ഏവർക്കും ടെക്നോ ഗൈഡിലേക്ക് സ്വാഗതം. ഞാൻ പ്രജ്വൽ, ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ കെമിസ്ട്രി. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നെയിമിംഗ് ഓഫ് 2 or more ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് വിത്ത് കാർബൺ ചെയിൻ. അതായത് ഒരു കാർബൺ ചെയിനിലേക്ക് രണ്ടോ അതിലധികമോ ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എന്താ പറയുക കാർബൺ ചെയിൻ്റെ നെയിമിംഗ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് റൂൾസ് ഉണ്ട്. നമ്മൾ ആ റൂൾസ് എന്താ നോക്കാം. ചൂസ് ദി ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. അതായത് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഏറ്റവും ലോങ് ആയിട്ടുള്ള കാർബൺ ചെയിൻ സെലക്ട് ചെയ്യുക. നമ്പർ ദി കാർബൺ ചെയിൻ. അതായത് നമ്മൾ എല്ലാ ദിവസവും അതായത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ നമ്പർ ചെയ്യുക. കാർബൺ ചെയിനെ നമ്മൾ നമ്പർ ചെയ്യുക. ആ നമ്പർ ചെയ്തതിന് ശേഷം ഐഡൻറ്റിഫൈ ദി ആൽക്കൈൽ ഗ്രൂപ്പ്സ്. അതായത് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, ഐഡൻറ്റിഫൈ ദി ആൽക്കൈൽ ഗ്രൂപ്പ്സ്. ഓക്കെ, ഐഡൻറ്റിഫൈ ദി ആൽക്കൈൽ ഗ്രൂപ്പ്സ്. അതായത് നമ്മൾ മുമ്പ് ചെയ്ത പോലെ ഈഥൈലാണോ മീഥൈലാണോ പ്രൊപ്പൈലാണോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ നോക്കണം. അതിനുശേഷം അതിനനുസരിച്ചുള്ള റൈറ്റ് ദി പൊസിഷൻ നമ്പർ ഓഫ് ദി സബ്സ്റ്റിറ്റ്യൂവൻസ്. അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ 2 ആൽക്കൈൽ അതേപോലെ 2 മീഥൈൽ പ്രൊപ്പൈൻ എന്നൊക്കെ നമ്മൾ ഇന്നലെ നമ്പർ ചെയ്തായിരുന്നു. അതുപോലെ ആ നമ്പറിംഗ് ആണ് പറയുന്നുള്ളത്. യൂസ് ദി പ്രിഫിക്സ്. അതായത് പ്രിഫിക്സ് അതായത് അവസാനമല്ല ആദ്യം ഉപയോഗിക്കുന്ന വേർഡ്സാണ് പ്രിഫിക്സ്. ഓക്കെ, ഡൈ, ടൈ, ടെട്ര. ഓക്കെ, ഡൈ എന്ന് പറയുമ്പോൾ 2 ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ഡൈ എന്ന് യൂസ് ചെയ്യും. അതേപോലെ ട്രൈ മീൻസ് 3 കാർബൈല ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ട്രൈ ആണ്. അതേപോലെ ടെട്ര 4 ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ടെട്ര എന്നും നമ്മൾ പറയും. അറേഞ്ച് ദി ഡിഫറെൻറ്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. അതായത് ആൽഫബറ്റിക്കൽ ഓർഡർ ആയിട്ടായിരിക്കണം നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് മീഥൈലും ഈഥൈലുമാണ് ഒരു കാർബൺ ചെയിനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതിന് നമ്മൾ ആദ്യം മീഥൈലല്ല എഴുതാൻ പോകുന്നത്, ആദ്യം ഈഥൈൽ എന്നായിരിക്കണം എഴുതേണ്ടത്. കാരണം ആൽഫബറ്റിക്കൽ ഓർഡർ ആയിരിക്കണം നമ്മളത് എഴുതിക്കൊണ്ട് വരേണ്ടത്. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് നമ്മൾ ഇന്നലെ കണ്ട ഹോംവർക്ക്, അപ്പോൾ ആ ഹോംവർക്കിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് തിരിച്ചു വരാം. സോ ഹിയർ വി ക്യാൻ സി അല്ലേ, ഇവിടെ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഹോംവർക്കാണ് ഇവിടെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നെയിമിംഗ് ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ കോമ്പൗണ്ടിൽ 4 കാർബണാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഇതിൻ്റെ പേര് നമുക്ക് നോർമലി തന്നെയായി പറയാം. ഇതിൻ്റെ പേര് ബ്യൂട്ടൈൻ ആണ്. ഓക്കെ, ഇത് ബ്യൂട്ടൈൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ താഴെ വരുന്ന സമയത്ത് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ മാർക്ക് ചെയ്യാൻ പോവാണേ. 1 2 3 4 and 5. ഇവിടെ നോക്കുമ്പോൾ 5 കാർബൺ ആറ്റമാണ് ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് താഴെ നിന്ന് മേലോട്ട് പോവാം. 1 2 3 4 5 6. ഇവിടെ 6 അതായത് 6 കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ആൽക്കെയിൻ എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് കാർബൺ ചെയിനാണ് ഒരു ആൽക്കെയിൻ എന്ന് പറയുന്നത്. അതുപോലെ അതിന് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടിരിക്കുന്ന ഗ്രൂപ്പ്സാണ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. അപ്പോൾ ആൽക്കെയിൻ ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഏറ്റവും ലോങ്ങസ്റ്റ് ചെയിൻ നമുക്ക് ഇവിടെയാണ് കിട്ടിയിരിക്കുന്നത്, ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൽക്കെയിൻ. ഓക്കെ, ഇനി 6 പറയുമ്പോൾ ഹെക്സൈൻ. ഓക്കെ, ഹെക്സൈൻ ആണെന്ന് നമുക്കിതിൽ നിന്നിവിടെ മനസ്സിലായി. ഇനി നമ്മൾ നമ്പറിങ് ചെയ്യാൻ പോകുന്നതും അതായത് നമ്മുടെ നമ്പറിങ് എടുക്കാൻ പോകുന്നതും ഇങ്ങനെയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ എവിടെയാണ് നമുക്ക് ഷോർട്ടായി കിട്ടുക, അതായത് ചെറിയ സ്ഥാനത്ത് എങ്ങനെയാണ് നമ്മളെ ആൽക്കൈൽ ഗ്രൂപ്പിനെ കൊണ്ടുവരാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്പർ ചെയ്താൽ അതുപോലെ കിട്ടുന്നുണ്ടെന്ന് നേരെ നോക്കാം. ഇങ്ങനെ നമ്പർ ചെയ്തുകൊണ്ട് വന്നാൽ 1 2 3 4 5 6 ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് 5ാമത്തെ കാർബൺ ആറ്റത്തിനെ ഒന്നിച്ചാണ് നമ്മുടെ CH, അതായത് എന്താ പറയുക 4ാമത്തെ കാർബൺ ആറ്റത്തോടാണ് നമ്മുടെ CH3 അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അതായത് ആൽക്കൈൽ ഗ്രൂപ്പ്. ഇനി നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ താഴെ നിന്ന് മേലോട്ട് നോക്കുകയാണെങ്കിൽ 1 2 3 3ാമത്തെ എന്താ പറയുക ചെയിനിലേക്കാണ് നമ്മുടെ CH3 ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്പർ ചെയ്യേണ്ട രീതി ഇതുപോലെയാണ്. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ നമ്പറിങ് എടുക്കേണ്ടത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ പേരാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ പേര് നോക്കാം.
അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മീഥൈലാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ 3-methyl hexane എന്നായിരിക്കും ഇതിന് പേര് കൊടുക്കാൻ പറ്റുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് കാർബൺ കോമ്പൗണ്ട് നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ കാണുന്നുണ്ട്, ഇവിടെ നമുക്ക് എത്ര കാർബൺ ആറ്റം നോക്കാം. 1 2 3 4 and 5. അതേപോലെ തിരിച്ചും കൊടുക്കാം. 1 2 3 4 and 5. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, എങ്ങനെ പോയാലും മൂന്നാമത്തെ പൊസിഷനിലാണ് നമ്മുടെ CH3 അതായത് മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 5 കാർബൺ ആറ്റങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പേര് ഒഫീഷ്യലി പെൻറ്റെയിൻ എന്ന് നമുക്ക് മനസ്സിലായി. മീഥൈൽ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മീഥൈൽ പെൻറ്റെയിൻ. ഓക്കെ, ഇതിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് 3-ാം സ്ഥാനത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ടായതുകൊണ്ട് നമുക്ക് ഇതിന് പേര് കൊടുക്കാം 3-methyl pentane. ഓക്കെ, 3-methyl pentane എന്നാണ് ഇതിൻ്റെ പേര്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി കോംപ്ലക്സ് ആയി തോന്നും. ഓക്കെ, നമുക്കിനി ഇത് നെയിമിങ് ചെയ്യാം. അതിന് നമ്മൾ ആദ്യം നമ്പറിങ് ചെയ്യുവാണേ. ഓക്കെ, 1 2 3 4 and 5. ഇങ്ങനെ നമ്പറിങ് ചെയ്യുന്ന സമയത്ത് 5 കാർബൺ ആയിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഒന്ന് തിരിച്ച് നമ്പർ ചെയ്യാം. 1 2 3 4, ഇവിടെ ഞാൻ ചെറിയൊരു മാറ്റം വരുത്താണേ, 5 and 6. ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് 6 കാർബൺ ആറ്റം ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് എടുക്കും. ഈ ഒരു CH3 ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടി നമ്പർ ചെയ്യാം. 1 2 3 4 5 and 6. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ CH ഗ്രൂപ്പിലേക്കാണ്. അപ്പോൾ ഈ ആൽക്കൈൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ കാർബണിലേക്കാണ് ഒബ്വിയസ്ലി. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് 3 ആണെന്ന് നമ്പർ കിട്ടി. ഓക്കെ, 3. ഇനി അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിക് കോമ്പൗണ്ട് CH3, അതായത് ആൽക്കൈൽ CH3 ആൽക്കൈലാണ് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്പറിങ് ചെയ്തു, ഇവിടെ 6 കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് ഒബ്വിയസ്ലി ആയി വരിക എന്താ, ഹെക്സെയിൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫുൾ നെയിമായി വരിക 3-methyl hexane. ഇത് തന്നെയാണ് നമ്മുടെ പേര് വരിക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് കാർബൺ ആറ്റം നോക്കുമ്പോൾ ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ഈഥൈൽ ഗ്രൂപ്പാണ്. കാരണം നമുക്ക് ഇപ്പോൾ ഇതുപോലെ നമ്പർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇത് ഒരു ലോങ് ചെയിൻ ആവില്ല. ഇനി ഇതുപോലെ നമ്പർ ചെയ്യാമെന്ന് വെച്ചാലും ഇത് ഈ ചെയിനും അതുപോലെ ഈ ഒരു ചെയിനും രണ്ടും സെയിം ആണ്. ഒന്ന് നോക്കിയാൽ മതിയാവും നിങ്ങൾക്ക്. അപ്പോൾ തന്നെ അതിൻ്റെ കാര്യം പിടികിട്ടും, 2 ചെയിനും സെയിം ആണ്. അപ്പോൾ നമുക്ക് ഏത് ചെയിൻ വേണമെങ്കിൽ നമ്പർ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ചെയിനാണ് നമ്പർ ചെയ്യുന്നത്. 1 2 3 4 5 and 6. ഇവിടെ 6 കാർബൺ ആറ്റമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഈ ഒരു സെറ്റിനെ ലോവർ നമ്പറിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 1 2 3 4 5 and 6. ഇവിടെ നോക്കുന്ന സമയത്ത് ഇത് ലോവർ നമ്പറിലേക്ക് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഓക്കെ, മൂന്നാമത്തെ ചെയിനിലേക്കാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ഈഥൈൽ ഗ്രൂപ്പാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതൊന്ന് കൂട്ടിയെഴുതാം. ഓക്കെ, 3. ഓക്കെ, മൂന്നാമത്തെ ചെയിനിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ഈഥൈൽ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, 6 കാർബൺ ആറ്റങ്ങളുണ്ട്. അപ്പോൾ 3-ethyl hexane എന്നായിരിക്കും ഇതിൻ്റെ പേര് വരിക, 3-ethyl hexane. ഓക്കെ, ഇത് ഇത്ര കറക്റ്റായവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു കാർബൺ ചെയിൻ കാണാം. അതിൽ 2 എന്താ പറയുക നമ്മുടെ CH3 ഗ്രൂപ്പ് അതായത് ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്പറിങ് ചെയ്യാം. 1 2 3 4 5 6. ഓക്കെ, ഇതിൽ നമുക്ക് 6 വരെ നമ്മൾ നമ്പർ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് 6 കാർബൺ ആറ്റം ഉണ്ടെന്ന് മനസ്സിലായി.
ഇനി ഇതിൻ്റെ പൊസിഷൻ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഓക്കെ, രണ്ടും ചെറിയ നമ്പറിലേക്കാണ് വരേണ്ടത്. ഓക്കെ, രണ്ടും ചെറിയ നമ്പറിലേക്കാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് രണ്ടും ചെറിയ നമ്പറിലേക്ക് വരാമെന്ന്. ഓക്കെ, ഇങ്ങനെ നോക്കുന്ന സമയത്ത് 2ഉം 4ഉം, ഓക്കെ 2 and 4 അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ നോക്കുന്ന സമയത്ത് 3 and 5. അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ആയിട്ട് എടുക്കാൻ പോകുന്നത് ഈ ഒരു രീതിയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു രീതിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. കാരണം ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഏറ്റവും ചെറിയ രീതിക്കാണ് നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പ് ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 6 കാർബൺ ആറ്റമാണ്. ഓക്കെ, അപ്പോൾ ഇതിന് പേര് വരുന്നതെന്ന് വെച്ചാൽ 2,4-dimethyl-hexane. ഓക്കെ, 2,4-dimethyl-hexane എന്നായിരിക്കും ഇതിൻ്റെ പേര് വരിക. അത് എഴുതുന്ന രീതി ഞാൻ കാണിച്ചു തരാവേ. 2,4-dimethyl-hexane. ഓക്കെ, നമ്മൾ എഴുതാൻ പോവാണ് 2-methyl. ഓക്കെ, 2,4 hyphen dimethyl-hexane. അതായത് ഇതിൻ്റെ പേര് ഡൈമീഥൈൽ-ഹെക്സൈൻ, അതായത് 2,4-dimethyl-hexane. അതേപോലെ നമുക്ക് ഇവിടെ താഴെ ഒരു കോമ്പൗണ്ട് കാണുന്നുണ്ട്. ഇതിൽ 7 കാർബണാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. 7 കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നതിൽ നമുക്ക് ഇനി ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മീഥൈൽ കോമ്പൗണ്ട് തന്നെയാണ്. ഇതിൽ ഏറ്റവും ലോവർ നമ്പറിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, 1 2 3 4 5 6 7. ഓക്കെ, ഇതിൽ 3യിലും അതേപോലെ 6ലുമാണ് നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയ ശേഷം നമുക്കിനി താഴെ കൂടി നമ്പർ 1 2 3 4 5 6. ഓക്കെ, 7. ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് 2ലും 5ലുമാണ് നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്പറിങ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇങ്ങോട്ടേക്കാണ് നമ്മൾ നമ്പറിങ് ചെയ്യേണ്ടത്. ഇങ്ങോട്ടേക്ക് നമ്പറിങ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പ് നമ്മുടെ ലോവസ്റ്റ് നമ്പറിലായിരിക്കും വരിക. അപ്പോൾ ഇതിൻ്റെ പേര് വരിക ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് 2 and 5. ഓക്കെ, 5 hyphen ഡൈ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീഥൈൽ. ഓക്കെ, മീഥൈൽ. ഇനി നമുക്ക് നോക്കാം ഈത് പ്രോപ്പ് ബ്യൂട്ട് പെൻറ്റ് ഹെക്സ് ഹെപ്റ്റ്. ഓക്കെ, 7 ആകുമ്പോൾ ഹെപ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പേര് വരിക ഹെപ്റ്റീൻ. അപ്പോൾ 2,5-dimethyl-heptane എന്നായിരിക്കും ഇതിൻ്റെ പേര് കൊടുക്കാൻ പറ്റുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കോമ്പൗണ്ടിലേക്ക് പോവാം. ഓക്കെ, ഇവരെ പഠിപ്പിച്ചൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു കോമ്പൗണ്ടിലേക്ക് പോവാം. ഓക്കെ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു സംഭവത്തിൽ, ഓക്കെ, ഈ ഒരു സംഭവത്തിൽ ഈ ഒരു കാർബൺ ചെയിന് നെയിമിങ് നൽകാനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 ആൽക്കൈൽ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. 3 ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പോൾ ട്രൈ. ഓക്കെ, ഡൈ, ട്രൈ, ടെട്ര. ഓക്കെ, ഈ ടെട്ര അല്ല, ഡൈ അല്ല, അപ്പോൾ ട്രൈ. ഓക്കെ, 3 ട്രൈ. ഇനി നമുക്ക് ട്രൈ ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പേര് കൊടുക്കാം. ഓക്കെ, മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം. ഓക്കെ, എത്രയാണുള്ളത്? 1 2 3 4 5 6. ഓക്കെ, 6 കാർബൺ ആറ്റമാണ് മുഖ്യ കാർബൺ ചെയിനിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, 6 കാർബൺ ആറ്റം. ഓക്കെ, ശാഖകളുടെ എണ്ണം. ഓക്കെ, 3 ശാഖകളാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ശാഖകളുടെ പേര്, ഓക്കെ, അത് മിഥൈലാണ്. ഓക്കെ, മിഥൈൽ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇടത്തുനിന്ന് വലത്തോട്ട് നമ്പർ ചെയ്യുന്ന ആദ്യത്തെ ശാഖയുടെ സ്ഥാനസംഖ്യ. ഓക്കെ, ആദ്യത്തെ ഇടത്തുനിന്ന് വലത്തോട്ടേക്ക്. ഓക്കെ, ഇടത്തുനിന്ന് വലത്തോട്ടേക്ക് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ മുതൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശാഖയുടെ സ്ഥാനം എത്രയാണെന്ന് നോക്കാം. ഓക്കെ, ആദ്യ സ്ഥാനം 2. ഓക്കെ, ആദ്യത്തെ ശാഖയുടെ സ്ഥാനം 2. ഓക്കെ, വലത്തുനിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്യുന്ന ആദ്യത്തെ ശാഖയുടെ നമ്പർ. ഓക്കെ, ഇങ്ങനെ നമുക്ക് നമ്പർ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോഴും ഇവിടെ കിട്ടുന്നത് 2 എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ശാഖയ്ക്ക് ശേഷവും കുറഞ്ഞ സംഖ്യ ലഭിക്കുന്നത് എപ്പോഴാണ്? ഓക്കെ, 2 നമ്മൾ
രണ്ടും നോക്കിയതിൽ ഏറ്റവും ചെറിയ നമ്പർ നമുക്ക് ഇതിൽ കിട്ടും നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് 1 2 3 4 5. ഓക്കെ, ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് 2ലും അതേപോലെ 4 5. ഓക്കെ, ഇവിടെ നോക്കുക 2 3 5. ഓക്കെ, ഇവിടെ നോക്കുന്ന സമയത്ത് 2 and 4 5. ഓക്കെ, ഇവിടെ 2 3 5. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ആയിരിക്കും നമുക്ക് ഏറ്റവും കുറവ് കിട്ടുക. കാരണം മുകളിലും 5 ഉണ്ട്, താഴെയും 5 ഉണ്ട്. 5ൽ എന്തായാലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാം. അപ്പോൾ ബാക്കിയുള്ള നോക്കിയാൽ 2 and 3ലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് 2 and 4ലാണ്. അപ്പോൾ 2 നമുക്ക് 5ഉം ഇവിടെ നിന്ന് നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞാൽ നമുക്കിവിടെ കാണുന്നത് 4ഉം 3ഉം ആണ്. അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി എടുക്കാൻ പോകുന്നത് ഇത് ഇങ്ങോട്ടേക്കുള്ള, അതായത് വലത്ത് നിന്ന് ഇടത്തോട്ടേക്കുള്ള നമ്പറിംഗ് ആണ്. ഓക്കെ, ഈ വലത്തു നിന്ന് ഇടത്തോട്ടേക്കുള്ള നമ്പറിംഗ് വെച്ചാണ് ഇനി നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇടത്തു നിന്ന് വലത്തോട്ട് നമ്പർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ശൈലിക്ക് ഓക്കെ, ഇതിൽ ഏറ്റവും കുറവ് കിട്ടുന്നത് നമുക്ക് വലത്തു നിന്ന് ഇടത്തോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കുറവ്. ഇതിന് ടിക്കിടുക, ഇതങ്ങ് ക്രോസ് ചെയ്ത് കളയാം, ഇതെല്ലാം. ഓക്കെ, ശാഖയുടെ ശരിയായ സ്ഥാനം 3. ഓക്കെ, 2 3 5. ഓക്കെ, കറക്റ്റ് അല്ലേ? 2 3 and 5 ഇതാണ് നമ്മുടെ ശാഖ, 2 3 and 5. അപ്പോൾ ഇതിൻ്റെ പേര് വരുന്നത് 2 3 5 ട്രൈമീഥൈൽ ഹെക്സെയിൻ. ഓക്കെ, ഇവിടെ നമുക്ക് കണ്ടു 6 ആകുമ്പോൾ ഹെക്സെയിൻ. ഓക്കെ, 3 ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ട്രൈ. ഓക്കെ, അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ അത് മീഥൈൽ. ഓക്കെ, ട്രൈ മീഥൈൽ ഹെക്സൈൻ അങ്ങനെ കിട്ടി. പിന്നെ നമ്മുടെ നമ്പറിങ്. ഓക്കെ, 2 3 5 ഈ നമ്പറിങ്. ഓക്കെ, ഇതും കൂടി ചേർത്താണ് 2 3 5 ട്രൈ മീഥൈൽ ഹെക്സൈൻ എന്ന പേര് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്ത സെക്ഷനിൽ നമുക്ക് ഇതിൻ്റെ പേര് എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ പേര് നമുക്കൊന്ന് എഴുതി നോക്കാം. ഇതിൻ്റെ പേര് വരിക എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് നമ്പർ ചെയ്ത് കൊടുക്കാം. പേര് എഴുതാൻ വേണ്ടി നമുക്കൊന്ന് നമ്പർ ചെയ്യാം. 1 2 3 4 5 and 6. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ മനസ്സിലായി 6 കാർബൺ ആറ്റങ്ങൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒപ്പം തന്നെ 2 മീഥൈൽ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒന്നും അങ്ങനെ 2 മീഥൈൽ ഗ്രൂപ്പ്. ഓക്കെ, നമുക്ക് തിരിച്ചൊന്ന് നമ്പർ ചെയ്ത് നോക്കാം. 1 2 3 4 5 and 6. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് മുകളിൽ, അതായത് നമ്മൾ ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് നമ്പർ ചെയ്യുമ്പോഴാണ് ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് നമ്പർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ കിട്ടുന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു നമ്പറിങ് രീതിയാണ്. ഇപ്പോൾ ഈ ആരോ മാർക്ക് കാണിച്ച പോലെ ഈ ഒരു നമ്പറിങ് രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ CH3 CH2 CH2 CH3 6 കാർബൺ ആറ്റം. ഈ കാർബൺ ആറ്റം വരുമ്പോൾ നമുക്ക് മനസ്സിലായി ഹെക്സൈൻ എന്നാണ് പേര്. ഓക്കെ, ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് 2 മീഥൈൽ ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ ഡൈ മീഥൈൽ ഹെക്സൈൻ ആണ് നമുക്ക് മനസ്സിലായി. ഇനി ഇവിടെ ചെയ്യേണ്ടത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്ഥാനം നോക്കാം. ഓക്കെ, 2ഉം 4ഉമാണ് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. താഴെ നോക്കുകയാണെങ്കിൽ 3ഉം 5ഉം. അപ്പോൾ മുകളിലുള്ളതിന് നമുക്ക് നോക്കാം, 2ഉം 4ഉം. അപ്പോൾ ഇതിൻ്റെ പേര് വരിക 2 4 ഡൈ മീഥൈൽ ഹെക്സെയിൻ. ഓക്കെ, ഇതിൻ്റെ പേര് ഡൈമീഥൈൽ ഹെക്സെയിൻ എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കൊണ്ടൊരു കോമ്പൗണ്ട് ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞിരിക്കുന്നത് 2 2 3 ട്രൈമീഥൈൽ പെൻറ്റെയിനാണ് നമ്മളോട് നിർമ്മിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് ഇവിടെ നിർമ്മിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാം. വേറെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഇതാണ് 2 2 3 ട്രൈമീഥൈൽ പെൻറ്റെയിൻ. ഓക്കെ, 2 2 3 ട്രൈമീഥൈൽ പെൻറ്റെയിനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഈ രണ്ട് കോമ്പൗണ്ടിൽ ഏത് വരച്ചാലും അത് രണ്ടും ശരിയാണ്. അതുപോലെ തന്നെ അപ്പുറത്തെ ഒന്നും കൂടി നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇനിയൊരു കോമ്പൗണ്ട് എന്ന് പറയാം 3 3 ഡൈ ഈഥൈൽ ഹെക്സെയിൻ. ഓക്കെ, 3 3 ഡൈ ഈഥൈൽ ഹെക്സെയിൻ ആണ് നിർമ്മിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണ് സമയത്ത് ഇവിടെ 3 3. ഓക്കെ, ഇവിടെ ആദ്യത്തത് 3ലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതും 3ലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്.
ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5 6. ഓക്കെ, ഹെക്സൈൻ. ഓക്കെ, അറ്റാച്ച് ചെയ്തിരിക്കുന്നതോ നമ്മുടെ മൂന്നാമത്തെ പൊസിഷനിലേക്കാണ്. എങ്ങനെ പോയാലും മൂന്നാമത്തെ പൊസിഷനിലേക്കാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതായത് 1 2 3 4 5 6. 1 2 3 4 5 and 6. അപ്പോൾ ഇവിടെ നമുക്ക് ലോവസ്റ്റ് ആയിട്ട് കിട്ടുന്ന നമ്പർ ഇങ്ങനെ പോകുമ്പോഴാണ്, ഇതുപോലെ പോകുമ്പോഴാണ് നമുക്ക് ലോവസ്റ്റ് ആയിട്ടുള്ള നമ്പർ കിട്ടുക. അപ്പോൾ ഈ ലോവസ്റ്റ് ആയിട്ട് നമ്പർ കിട്ടുന്ന സമയത്ത് നമ്മൾ 3 ആണ് നമുക്ക് ലോവസ്റ്റ് ആയിട്ട് നമ്പർ കിട്ടുന്നത്. അതിൽ ഈഥൈൽ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 ഡൈ ഈഥൈൽ ഹെക്സൈനാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 3 ഡൈ ഈഥൈൽ ഹെക്സൈനാണ് നിർമ്മിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇതും ഇതുപോലെ തന്നെ ഇങ്ങനെ വരച്ചാലും അതുപോലെ തന്നെ ഇങ്ങനെ വരച്ചാലും ഇത് രണ്ടും ശരിയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് കോമ്പൗണ്ട് ചെയ്ത് നോക്കാം. ഓക്കെ, CH2CH3. ഓക്കെ, നമുക്കത് നമ്പർ ചെയ്യാം. 1 2 3 4. ഓക്കെ, നമ്പർ ചെയ്തു. ഇനി നമുക്ക് താഴെ നമ്പർ ചെയ്യാം. 1 2 3 4 and 5. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ മുകളിൽ ഇതുപോലെ നമ്പർ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാർബൺ ആറ്റങ്ങൾ നമുക്ക് കൂടുതലായി കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇനി നമുക്ക് നമ്മുടെ നമ്പറിങ് രീതി ഇതുപോലെ തന്നെ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്ത് നോക്കാം. 1 2 3 4 5. ഓക്കെ, അതുപോലെ തന്നെ തിരിച്ച് ചെയ്ത് നോക്കാം. 1 2 3. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് 2 മീഥൈൽ ഗ്രൂപ്പാണ്. ഓക്കെ, 2 മീഥൈൽ ഗ്രൂപ്പാണ് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി പിന്നെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ചെയിൻ, ഈ 2 ചെയിനിലേക്ക്. ഓക്കെ, അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്ഥാനം 2 വശത്തു നിന്ന് നോക്കിയാലും 3-ാം സ്ഥാനത്താണ് 2 മീഥൈൽ ഗ്രൂപ്പ്. ഈ ഒരു മീഥൈൽ ഗ്രൂപ്പും ഈ ഒരു മീഥൈൽ ഗ്രൂപ്പും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് 3-ാമത്തെ സ്ഥാനത്തേക്കാണ്. അപ്പോൾ നമുക്കിത് മനസ്സിലായി. അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്ഥാനം 3. ഓക്കെ, ഇനി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പ്, അതായത് CH3 ഗ്രൂപ്പ്. ഇനി ലോങ് ചെയിന് 5. ഓക്കെ, അപ്പോൾ പെൻറ്റെയിൻ. ഓക്കെ, അപ്പോൾ നമുക്കിനി മാർക്ക് ചെയ്യാം. ഓക്കെ, 3 ഡൈ മീഥൈൽ പെൻറ്റെയിൻ. ഓക്കെ, ഇതിൻ്റെ പേര് 3 ഡൈ മീഥൈൽ പെൻറ്റെയിൻ എന്നായി മാറും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും നല്ല രീതിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായി നമുക്കൊന്ന് റിവിഷൻ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചത്? നമ്മൾ നോർമലി ഇന്നലത്തെ ഹോംവർക്ക് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ റൂൾസ്, അതായത് നമ്മുടെ 2 അതിൽ അധികമോ ആൽക്കൈൽ ഗ്രൂപ്പ് ഒരു കാർബൺ ചെയിനിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ അതിനെ നെയിമിങ് ചെയ്യുമ്പോഴുള്ള റൂൾസ് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചതാണ് ഈ ഒരു കാർബൺ ചെയിൻ, ഈ 2 കാർബൺ ചെയിനിന് നമ്മൾ നമ്പർ ഇടാൻ പഠിച്ചു. നമ്പർ ഇട്ട് അതിൻ്റെ പേര് എഴുതാൻ പഠിച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ കറക്റ്റായി ഇതിൻ്റെ ഓർഡറൊക്കെ കറക്റ്റാക്കി ഇതിൻ്റെ പേര് അവിടെ താഴെ കൊടുത്തിരിക്കുന്ന അതേ പേരിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുകയാണ്. അതേപോലെ ഇനി ഈ ഒരു ടെക്സ്റ്റിലെ വർക്കും കൂടി നമ്മളിത് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് നാളേക്കായിട്ടുള്ളൊരു ഹോംവർക്കാണ് ഞാൻ തരാൻ പോകുന്നത്. ഓക്കെ, അതൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, ഇത് 3 നിങ്ങൾക്ക് നാളേക്കായിട്ടുള്ള ഹോംവർക്ക്. ഇത് ഒന്ന് ചെയ്ത് നോക്കാം, പറ്റുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഞാൻ നാളെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതുവരെ ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി. ഇറ്റ് മീ പ്രജ്വൽ സൈനിങ് ഓഫ്.